കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആയിരിക്കും കുട്ടികൾ മറ്റുള്ളവരോടും പെരുമാറുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാളും ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി കോപ്പി ചെയ്യുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം. ആദ്യത്തെ 10 വർഷം കുട്ടികൾ വലിയവർ പറയുന്നത് അതേപടി കോപ്പി ചെയ്യും. കുട്ടികളോട് നമ്മൾ കള്ളം പറഞ്ഞാൽ അവരും കള്ളം പറയും. അതുപോലെ ചീത്ത പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ, മോശം വാക്കുകൾ പറഞ്ഞാൽ എല്ലാം അവർ കോപ്പി ചെയ്യും. നമ്മൾ കുട്ടികളോട് എപ്പോഴും കുറ്റം പറയുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്താൽ തിരിച്ചും ഇത് കോപ്പി ചെയ്ത് മറ്റുള്ളവരോട് കാണിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ മോശം ശീലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും മുതിർന്നവർ ചെയ്യാതിരിക്കുക. ഒരു കുട്ടിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ ആയിരിക്കും ആ കുട്ടിയുടെ സഹോദരങ്ങളോടും മറ്റുള്ളവരോടും പെരുമാറുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ കുട്ടികളെ വഴക്ക് പറയാറുണ്ട്, അതുപോലെ ചീത്തവാക്കുകൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചുമരിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിടുമ്പോൾ ചുവര് അഴുക്ക് ആക്കിയാൽ ഒക്കെ നമ്മള് കുട്ടികളെ വഴക്കിടാറുണ്ട്. അപ്പൊ അത് നമ്മൾ ചില ആളുകളാണെങ്കിൽ വളരെ ഉച്ചത്തിൽ ശബ്ദത്തിലായിരിക്കും അവരെ വഴക്ക് പറയാറ്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ഉച്ചത്തിൽ വഴക്കിടാതെ അവരോട് സൗമ്യമായി നിന്ന് അങ്ങനെ ചുവര് കേടുവരുത്തരുത്, അത് അഴുക്കാവും എന്നൊക്കെ ഒരു സൗമ്യമായ രീതിയിൽ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരെ. അതും വളരെ കുറഞ്ഞ ശബ്ദത്തില് ഉച്ചത്തിൽ അവരോട് സംസാരിക്കാതിരിക്കുക. ഇത് അവർ കണ്ടു വളരുമ്പോഴും ഇവരും ഇതുപോലെ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇവരും ഇത് ആവർത്തിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ കുട്ടിക്ക് ഒരു മോശം ചിന്ത കുട്ടികളിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. തെറ്റ് കണ്ടാൽ ഷൗട്ട് ചെയ്യാം, തെറ്റ് കണ്ടാൽ ഉച്ചത്തിൽ സംസാരിക്കാം എന്നൊരു ചിന്ത കുട്ടികളിൽ രൂപപ്പെടുന്നു. അപ്പൊ ആ കുട്ടിയുടെ ഭാവിയിലെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടാലൊക്കെ ആ കുട്ടി ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് കുട്ടികളോട് വളരെ സൗമ്യമായി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി ആണെങ്കിൽ നിങ്ങള് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓരോ ദിവസവും ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് ബുക്കൊക്കെ അടുക്കി വെക്കാനുണ്ടെങ്കിൽ അത്, റൂം വൃത്തിയാക്കാനുണ്ടെങ്കിൽ അത്, അതുപോലെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് എവിടെ കൊണ്ടിടണം, അങ്ങനെ അതുപോലെ പാത്രങ്ങളൊക്കെ സ്വന്തമായി കഴിച്ച പാത്രങ്ങള് കഴുകാനായിട്ട്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഓരോ സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് എടുത്താൽ അവിടെ കൊണ്ടുവയ്ക്കണം, വാരി വലിച്ചിടാതിരിക്കുക. ഇങ്ങനെ ഓരോരോ ചിട്ടയായ കാര്യങ്ങൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് വളരെ സൗമ്യത്തോട്, നമ്മളൊരു വഴക്ക് പറയുന്ന രീതിയിൽ പറയാതെ വളരെ സൗമ്യമായി അവരടുത്ത് ഇരുന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവരിൽ ഒരു ആത്മവിശ്വാസം കൂടുന്നതായി കാണാം. അവരങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ അവരോട് പറയുക, അവർക്ക് നല്ല വാക്കുകൾ, അഭിനന്ദന വാക്കുകൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. അത് അവരെ ദിവസവും ഇനിയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ കുറെ കൂടുമ്പോൾ ഇടയ്ക്ക് അതിനോട് ഇത്രയും കാര്യങ്ങൾ നന്നായി ചെയ്തുവല്ലോ മോൻ, അല്ലെങ്കിൽ മോൾ ചെയ്തല്ലോ, അപ്പൊ അതിനുള്ള അവർക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇവരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, അവരെ സ്വന്തം കാലിൽ നിർത്താനും ഒക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധ കൊടുക്കുക തന്നെ ചെയ്യുക.